ഹലോ, വെൽക്കം ടു മാത്ത് ബിംഗം. അടുത്ത ടോപ്പിക്ക് സൊല്യൂഷൻ ബൈ മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ്. മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് വഴി നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇൻവേഴ്സ് മെത്തേഡ് പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ച സെയിം മെത്തേഡ് തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? നമുക്ക് ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നോക്കിയേ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് പല രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കിയായിരുന്നു എലമെന്ററി ഓപ്പറേഷൻസ് വഴി നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കുന്നത് മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ്. ഇനി നമ്മൾ അടുത്ത ഒരെണ്ണം പഠിക്കും, ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിക്കും അല്ലേ? നമുക്ക് ഒരുപാട് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്നൊക്കെ എഴുതിയിട്ട് അല്ലോ കോൺസ്റ്റന്റിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കമ്പയർ ഒക്കെ ചെയ്ത് നമുക്ക് എക്സിന്റെ വൈൻ്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാം. അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പം നമ്മളിപ്പം മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സിസ്റ്റം പോലെ എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ മെട്രിക്സ് എ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടേത് 1. അപ്പോൾ 1 1, ഇവിടെ 1, ഇവിടെ -1. അപ്പോൾ 1 - 1. ഇതാണ് മെട്രിക്സ് എ. ഓക്കെ അല്ലേ? ഇതാണ് മെട്രിക്സ് എ. നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്സ് 1 1 1 -1 ഇൻറ്റു അല്ലെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എക്സും വൈയും. അപ്പോൾ ഇൻറ്റു എക്സ് വൈ ഈസ് ഈക്വൽ ടു 3 1. ഇങ്ങനെ എഴുതണം. ഇതാണ് ഒരു സിസ്റ്റം വരുന്നത്. ഇങ്ങനെ എഴുതണം. ഇത് നമ്മുടെ എ അല്ലെ? ഇത് നമ്മുടെ എ. ഇത് നമുക്കറിയില്ലേ, നമുക്ക് എക്സ് എന്നെടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ എക്സ്. മെട്രിക്സിന് നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഇതെന്താണ്? ഇത് നമുക്ക് ബി എന്നെടുക്കാം. ഇത് ബി. അപ്പോൾ ഇവിടെ എങ്ങനെ കിടക്കുന്നത്? എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ബി. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എ കളയാം. അതിനുവേണ്ടി നമുക്ക് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റത്തില്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? എ ഇൻവേഴ്സും എയും ക്യാൻസൽ ആകും. ബാക്കി എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് വരും. എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടും അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സിനെയും ബിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കറസ്പോണ്ടിങ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ അല്ലേ? അഡ്ജോയിൻ്റ് ഓഫ് എ ഡയറക്റ്റ് തന്നെ എഴുതുവാണേ. നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ എന്താണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് നോക്കിയേ, മെട്രിക്സ് എ ഇതാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് എ എന്ത് വരും? ഡിറ്റർമിനന്റ് എ എന്ന് പറയുമ്പം 1 ഇൻറ്റു -1 മൈനസ് 1 ഇൻറ്റു 1 1 -1 എന്നാണ് -2. ഇതാണ് ഡിറ്റർമിനന്റ്. അറിയാലോ, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് അറിയാലോ. അപ്പോൾ ഇവിടെ 1/-2, ഞാൻ മൈനസ് മുകളിൽ എഴുതാം. -1/2 എന്ന് വരും. -1/2 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഇവിടെ 2/2 മെട്രിക്സ് അല്ലേ? അഡ്ജോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, 1 -1, അതിന് ഇൻ്റർചേഞ്ച് ചെയ്യുക. -1 1 എന്ന് എഴുതുക. ഇൻ്റർചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ഇവിടെ നോക്കിയാൽ 1 1 സൈൻ ചേഞ്ച് ചെയ്യുക. -1 -1. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് കിട്ടിയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 1/2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ അത് ഇവിടെ എഴുതാം. എ ഇൻവേഴ്സ് ആണ് ഇവിടെ എഴുതാവേ. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് എന്താ, എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഒരുമിച്ച് അങ്ങ് ചെയ്യാം. എ ഇൻവേഴ്സ് ഇൻറ്റു ബി.
ഇതല്ലേ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പം എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ് അല്ലേ, എക്സ് വൈ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് നോക്കിയേ -1/2 ഇൻറ്റു -1. എന്തുവരടാ ഈ മൈനസ് ക്യാൻസൽ ആകും, 1/2 എന്ന് വരും, 1/2. ഇവിടെ നോക്കിയാൽ -1/2 ഇൻറ്റു -1 എന്താണ് 1/2. ഓക്കെ, ഇവിടെ എന്ത് വരും 1/2 എന്ന് വരും. ഇവിടെ നോക്കിയാൽ -1/2 ഇൻറ്റു 1 -1/2. ഓക്കെ അല്ലേ, ഇൻറ്റു ബി 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 നോക്കിയേ 3 1. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് എക്സ് വൈ ഈസ് ഈക്വൽ ടു നോക്കിയേ 1/2 ഇൻറ്റു 3 3/2. ഓക്കെ, ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് 2/2 മെട്രിക്സ് അല്ലേ, ഇത് 2/2 മെട്രിക്സ് ആണ്. ഇതെന്താണ് 2/1 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ എന്ത് വരും, നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/1 ആണ്. 2/1 2 റോയും ഒരു കോളം. അപ്പോൾ ഇവിടെ 3/2 നോക്കിയേ, മൾട്ടിപ്ലൈ എന്നറിയാമല്ലോ, 1/2 ഇൻറ്റു 3 3/2 പ്ലസ് 1/2 ഇൻറ്റു 1 1/2. ഇതൊന്നാമത്തെ എലമെൻറ്റ്. ഇവിടെ വരുന്ന എലമെൻറ്റ് നോക്കിയേ 1/2 ഇൻറ്റു 3 3/2. ഇവിടെ -1/2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -1/2. ഓക്കെ, ഇതാണ് എക്സിൻ്റെ മൈൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ എക്സ് ആണ് ഇരിക്കുന്നത് നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നോക്കിയേ 3/2 പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു എന്ത് വരും 4/2 ഇസ് ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ 2. വൈയുടെ വാല്യൂ നോക്കിയേ, വൈ ഈസ് ഈക്വൽ ടു 3/2 മൈനസ് 1/2 ഇസ് ഈക്വൽ ടു 3 - 1 2 2/2 1. വൈയുടെ വാല്യൂ 1. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, കറക്റ്റാണെന്ന് അറിയാമല്ലോ. ഇവിടെ എക്സ് -1 അല്ല, എക്സ് - വൈ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പം എക്സിന് 1 കൊടുക്കാം. അപ്പോൾ 2 - 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്. മാറ്റമൊന്നുമില്ല, നമ്മളിപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാം മാട്രിക്സ് 1 1 -1 1 -1 1 1 1 2 ഇൻറ്റു എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു 2 2 4. ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. ഡൗട്ട് ഉള്ളതുകൊണ്ട് എന്താണ്, നമുക്ക് ഫസ്റ്റ് മുതലേ ആ സ്റ്റെപ്പ് എഴുതി പോകാം. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബി ആണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആദ്യം തന്നെ ആ ഇക്വേഷൻ എഴുതി ചെയ്താൽ മതി. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇൻവേഴ്സ് ബി. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി അല്ലേ, എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം അല്ലേ. ഇതാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/determinant of A ഇൻറ്റു adjoint of A. ഓക്കെ, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു നോക്കിയേ, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, 1 ഇൻറ്റു ഈ കോളവും ഈ റോയും പോയി, ബാക്കി -1 ഇൻറ്റു 2 -2 മൈനസ് 1 ഇൻറ്റു 1 1 -1 ഇൻറ്റു ഈ കോളവും ഈ റോയും കളയുക, 1 ഇൻറ്റു 2 2 മൈനസ് 1 ഇൻറ്റു 1 1. ഓക്കെ ആണല്ലോ. പ്ലസ് ഓക്കെ, പ്ലസ് അല്ലല്ലോ, -1 ആണ്. ഓക്കെ, അപ്പം -1 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി, 1 ഇൻറ്റു 1 1 മൈനസ്
1 ഇൻറ്റു -1 -1 അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് എന്ന് വരും ഇവിടെ +1. ഓക്കെ ഇസ് ഈക്വൽ ടു -2 -1 എത്രടാ -3. ഇത് -3 -3 ഇൻറ്റു 1 -3. ഇവിടെ 2 - 1 1 1 ഇൻറ്റു -1 -1 1 + 1 2 2 ഇൻറ്റു -1 -2. ഓക്കെ ഇവിടെ നോക്കിയേ ഇസ് ഈക്വൽ ടു -3 -3 എന്തുവാടാ -6 -6 ഡിറ്റർമിനന്റ് ഓഫ് എ -6. ഇനി എന്താണ് കണ്ടുപിടിക്കണം ഇനി അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ +2 പഠിച്ചായിരുന്നല്ലേ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഷോർട്ട് കട്ട് വരുന്നത് എങ്ങനെയാണ് ഈ മെട്രിക്സ് 4 തവണ എഴുതണം 4 തവണ എങ്ങനെ എഴുതണം വെറുതെ 4 തവണ എഴുതാൻ പറ്റില്ല നോക്കിയേ 1 1 -1 1 -1 1 1 1 2 അല്ലേ ഒരു തവണ എഴുതി 4 തവണ എഴുതണം നോക്കിയേ 1 1 -1 1 -1 1 1 1 2 ഇതുപോലെ താഴെയും എഴുതുക 1 1 -1 1 -1 1 1 1 2 1 1 -1 1 -1 1 1 1 2. അറിയാലോ നമ്മൾ ഷോർട്ട് കട്ട് വഴി എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ +2 ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം ഇത് കട്ട് ചെയ്ത് കളയണം ഇത് ക്യാൻസൽ ചെയ്ത് കളയണം ബോർഡർ ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ നമുക്കൊരു മെട്രിക്സ് ഫോം ചെയ്യാം നോക്കിയേ -1 ഇൻറ്റു 2 -2 -2 മൈനസ് 1 ഇൻറ്റു 1 1 ഒന്നാമത്തെ എലമെൻറ്റ്. അടുത്ത നോക്കിയേ 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 1 2. അടുത്ത 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു -1 -1 ആണ്. അപ്പം മൈനസ് മൈനസും കൂടി പ്ലസ് ആകും +1. അടുത്തത് 1 ഇൻറ്റു -1 -1 1 ഇൻറ്റു 2 2 ഓക്കെ -2. അടുത്ത 2 ഇൻറ്റു 1 2 മൈനസ് -1 ഇൻറ്റു 1 -1 മൈനസ് മൈനസും കൂടി പ്ലസ് ആകും +1. ക്ലിയർ അല്ലേ 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 1 1. അടുത്തത് 1 ഇൻറ്റു 1 1 മൈനസ് -1 ഇൻറ്റു -1 +1 ആണ്. അപ്പോൾ ഇവിടെ 1 - 1 എന്ന് വരും. ഇവിടെ -1 ഇൻറ്റു 1 -1 മൈനസ് 1 ഇൻറ്റു 1 1 1 ഇൻറ്റു -1 -1 മൈനസ് 1 ഇൻറ്റു 1 1. ഓക്കെ ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ -3 -1 2 -3 3 0 0 -2 -2. ഇതെന്ത് മെട്രിക്സ് ആണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് കോഫാക്ടർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടുന്നത് അല്ലേ ട്രാൻസ്പോസ് എടുക്കണം. അപ്പം ഞാൻ ഡയറക്റ്റ് എ ഇൻവേഴ്സ് എഴുതാം. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ -1/6 ഇൻറ്റു അഡ്ജോയിൻ്റ്. ഇത് കോഫാക്ടർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതാണ് അഡ്ജോയിൻ്റ് വരുന്നത്. അപ്പോൾ റോയും കോളവും തമ്മിൽ എന്താണ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ -3 -3 0. അപ്പോൾ ഇങ്ങനെ എഴുതാം -3 -3 0. അടുത്ത -1 3 -2 -1 3 -2. ഇവിടെ 2 0 -2 2 0 -2. ഓക്കെ അല്ലേ അപ്പം എ ഇൻവേഴ്സ് കിട്ടി. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈസ് ഈക്വൽ ടു ഇവിടെ -1/6 ഇൻറ്റു -3 മൈനസ് മൈനസ് പോകും 3/6 എന്ന് വരും. 3/6ൻ്റെ വാല്യൂ 1/2. ഇവിടെ എന്ത് വരും 1/2 വരും. ഇവിടെ 0. ഇവിടേക്ക് മൈനസ് മൈനസും പോകും ബാക്കി 1/6. ഇവിടെ -1/2. ഇവിടെ എന്ത് വരും മൈനസ് മൈനസ് പോകും ബാക്കി 2/6. 2/6ൻ്റെ വാല്യൂ 1/3. ഓക്കെ ഇവിടെ -2/6 -2/6 എന്ന് പറയുമ്പോൾ -1/3. ഓക്കെ അല്ലേ ഇവിടെ 0.
ഇവിടെ എന്ത് വരും 1/3. ഇതാണ് എ ഇൻവേഴ്സ്. ഓക്കെ, എ ഇൻവേഴ്സ്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. എ ഇൻവേഴ്സ് ഇൻറ്റു ബി, എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഞാൻ എന്ത് ചെയ്യാം, ബി മൾട്ടിപ്ലൈ ചെയ്യാം. ബി എന്താണ്, ബി ഇതല്ലേ 2 2 4 2 2 4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 ഇൻറ്റു 2 1. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് 1. അടുത്ത 1/2 ഇൻറ്റു 2 1. 0 ഇൻറ്റു 4 0 പ്ലസ് 0. അവിടെ കിടക്കട്ടെ. താഴെ ഞാൻ എഴുതാം. അടുത്തത് 1/6 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1/3. 1/3 മൈനസ് 1/3 മൈനസ് നോക്കിയേ, -1/2 ഇൻറ്റു 2 എന്താണ്, -1 ആണ്. ആ -1 ആണ് ഞാൻ എഴുതിയത്, -1. ഓക്കെ, അടുത്തത് 1/3 ഇൻറ്റു 4 പ്ലസ് 4/3. ഇതിൻ്റെ താഴെ വരുന്നത് -1/3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ -2/3. 0 ഇൻറ്റു 2 0. 1/3 ഇൻറ്റു 4 പ്ലസ് 4/3. ക്ലിയർ അല്ലേ? ഇതാണ് മെട്രിക്സ് വരുന്നത്. ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു ഇത്. അപ്പോൾ ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു നോക്കിയേ 1 + 1 2. ഇവിടെ നമ്മൾ നോക്കിയേ 4/3 + 1/3 എന്താണ് 5/3. നമുക്ക് കാൽക്കുലേഷൻ ഇവിടെ ചെയ്യാം. 5/3 നോക്കിയേ 4/3 + 1 5/3. ഇവിടെ ഒരു -1 ഉണ്ട്. 5/3 - 1 എന്ന് പറയുമ്പോൾ എന്ത് വരും, മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 1 5, 5 - 3 2, 2/3 എന്ന് വരും അല്ലെ. 5 - 3 2, 2/3. ഓക്കെ, അപ്പോൾ ഇവിടെ 2/3. ക്ലിയർ അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ -2/3 + 4/3 എന്ന് പറയുമ്പോൾ 2/3. ഇവിടെയും 2/3. ഓക്കെ, ഇതെന്താണ്, ഇതിൻ്റെ വാല്യൂ എക്സ് വൈ ഇസഡ്. അപ്പോൾ എന്ത് വരും, therefore x is equal to 2, y is equal to 2/3 and z is equal to 2/3. ഓക്കെ, കാൽക്കുലേഷൻ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് വന്നാൽ ഓക്കെ. അപ്പോൾ നോക്കി എക്സിൻ്റെ വാല്യൂ 2. ഞാൻ എന്ത് ചെയ്യാം, അപ്പുറത്തെ പേജിൽ എഴുതാം. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം, ഈസി ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. x + y - z is equal to 2. x + y - z is equal to 2. നമുക്ക് കിട്ടിയത് എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി, പ്ലസ് വൈയുടെ വാല്യൂ 2/3 എന്ന് കിട്ടി, മൈനസ് ഇസഡിൻ്റെ വാല്യൂ 2/3 ഇസ് ഈക്വൽ ടു 2 വരുന്നുണ്ടോ നോക്കാം. നോക്കിയേ 2/3 - 2/3 പോയി, ബാക്കി എന്താണ് 2 ഈസ് ഈക്വൽ ടു 2 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഞാൻ ഒന്നുകൊണ്ട് എഴുതാം. x ഈസ് ഈക്വൽ ടു 2/3, x ഈസ് ഈക്വൽ ടു 2, y ഈസ് ഈക്വൽ ടു 2/3 ആൻഡ് z ഈസ് ഈക്വൽ ടു 2/3. ഇതാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. 3 ഇക്വേഷൻസ് ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് എടുക്കുന്നത്, x ഈസ് ഈക്വൽ ടു a ഇൻവേഴ്സ് ഇൻറ്റു ബി. അറിയാമല്ലോ, നമുക്ക് a ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/det of a ഇൻറ്റു adjoint of a. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് a ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ്, ഈ മെട്രിക്സ് എഴുതിയാൽ മതിയല്ലോ. 1 1 1 1 - 1 2 2 1 1. ഓക്കെ അല്ലേ? ഇതല്ലേ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു
പ്ലസ് മൈനസ് പ്ലസ് 1 ഇൻറ്റു ഈ കോളവും ഈ റോയും പോയി -1 ഇൻറ്റു 1 -1 മൈനസ് 1 ഇൻറ്റു 2 2. അടുത്ത മൈനസ് സൈനാണ്. അപ്പം -1 ഇൻറ്റു ഈ കോളോ ഈ റോയും പോയി 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു -1 -2. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആകും, ഇവിടെ 2 എന്ന് വരും. ഇസ് ഈക്വൽ ടു നോക്കിയേ -1 -2 -3 -3 ഇൻറ്റു 1 -3. ഇവിടെ നോക്കിയാൽ 1 - 4 -3 ആണ്. -3 ഇൻറ്റു -1 പ്ലസ് 3. ഇവിടെ നോക്കിയാൽ 2 + 1 3 3 ഇൻറ്റു 1 3. ഓക്കെ, ഇവിടെ -3ഉം +3ഉം പോയി ബാക്കി വരുന്നത് 3. ഡിറ്റർമിനന്റ് ഓഫ് എ 3. ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? 3 ആണ്. നമുക്ക് അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. നോക്കിയേ, ഈ മെട്രിക്സ് എന്ത് ചെയ്യണം? 4 തവണ എഴുതണം. 1 1 1 1 - 1 2 2 1 1. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യണം? താഴെയും എഴുതണം. 1 1 1 1 - 1 2 2 1 1. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാം. മെട്രിക്സ് -1 ഇൻറ്റു 1 -1 മൈനസ് 1 ഇൻറ്റു 2 2. അടുത്തത് 2 ഇൻറ്റു 2 4 മൈനസ് 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു -1 -2. അപ്പോൾ ഇവിടെ +2. ഓക്കെ അല്ലേ? അടുത്തത് 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 1 1 മൈനസ് ഇവിടെ 1 ഇൻറ്റു 2 2. ഇവിടെ 2 മൈനസ് 1 ഇൻറ്റു 1 1. ഇവിടെ നോക്കിയാൽ 1 ഇൻറ്റു 2 2 മൈനസ് ഇവിടെ നോക്കിയാൽ -1 ഇൻറ്റു 1 -1. അപ്പോൾ +1. ഇവിടെ 1 മൈനസ് 2. ഇവിടെ -1 -1. ഓക്കെ അല്ലേ? ഇസ് ഈക്വൽ ടു മെട്രിക്സ് -3 3 3 0 -1 1 3 -1 -2. ഓക്കെ, കോഫാക്ടർ മെട്രിക്സ് കിട്ടി. ഇനി എന്താണ്? അഡ്ജോയിന്റ് എ അല്ലേ? അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഞാൻ എ ഇൻവേഴ്സ് എന്ന് എഴുതാം. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ഏതാണ്? എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ വേണ്ടത്? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് വേണ്ടത് കേട്ടോ. എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് തന്നെ എ ഇൻവേഴ്സ് എഴുതാം. എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/ഡിറ്റർമിനന്റ് 1/3 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. -3 0 3 3 -1 -1 3 1 -2 ഇൻറ്റു മെട്രിക്സ് ബി. മെട്രിക്സ് ബി നോക്കിയേ 0 കണ്ടോ 1 1. ഇതാണ് മെട്രിക്സ് 0 1 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 1/3 ഇൻറ്റു -3 ഇൻറ്റു 0 0 എഴുതണ്ട. 0 ഇൻറ്റു 1 0 എഴുതണ്ട. 3 ഇൻറ്റു 1 3. ഓക്കെ, ഒന്നാമത്തെ എലമെന്റ് 3. അടുത്തത് 3 ഇൻറ്റു 0 എഴുതണ്ട. -1 ഇൻറ്റു 1 -1 അല്ലേ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ എഴുതാവേ. ഇവിടെ ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സെക്കൻഡ് എലമെന്റ് നോക്കാം. 3 ഇൻറ്റു 0 0 -1 ഇൻറ്റു 1 -1 -1 ഇൻറ്റു 1 -1 ഇസ് ഈക്വൽ ടു -2 അല്ലേ? ഇവിടെ -2. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് 3, സെക്കൻഡ് എലമെന്റ് -2. തേർഡ് എലമെന്റ് നോക്കിയേ 3 ഇൻറ്റു 0 0 1 ഇൻറ്റു 1 1 -2 ഇൻറ്റു 1. ഓക്കെ 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 കറക്റ്റ് അല്ലേ?
3 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1, -2 ഇൻറ്റു 1 -2. ഓക്കെ, ഇവിടെ 1 - 2 -1 എന്ന് കിട്ടി. ഇവിടെ -1, ഇവിടെ -1. ഓക്കെ, ഇസ് ഈക്വൽ ടു നോക്കിയേ 3/3 1, അടുത്തത് -2/3, അടുത്തത് -1/3. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നോക്കിയേ, എക്സ് ഈസ് ഈക്വൽ ടു 1, y ഈസ് ഈക്വൽ ടു -2/3 ആൻഡ് z ഈസ് ഈക്വൽ ടു -1/3. ഇസഡിൻ്റെ വാല്യൂ -1/3. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 നോക്കാം. ഇക്വേഷൻ നമ്പർ 1 നോക്കുമ്പോൾ ഓക്കെ, കറക്റ്റ് അല്ലേ വരുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. എക്സ് എന്ന് പറഞ്ഞാൽ 1 കറക്റ്റ് വരുന്നില്ലല്ലോ. എക്സ് -2, 1 -2/3 -1/3. ഓക്കെ, കറക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, 1 -2/3 -1/3 -2 -1 -3 is equal to 1 - 1 is equal to 0. ഓക്കെ, 0 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ -2/3, ഇസഡിൻ്റെ വാല്യൂ -1/3. ഓക്കെ അല്ലേ? അടുത്തത് ക്രാമേഴ്സ് റൂള്. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 2 ഇക്വേഷൻസ് ആണുള്ളത്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ആൻഡ് 3x - 2y ഈസ് ഈക്വൽ ടു 1. 2 ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 1, വൈയുടേത് 1. അപ്പോൾ 1 1. ഇവിടെ 3, ഇവിടെ -2. അപ്പോൾ 3 -2. ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് ആണ് ഡി. ഇത് കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 ഇൻറ്റു -2 -2 -3 ഇൻറ്റു 1 3 ഈസ് ഈക്വൽ ടു -5. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ D1 കണ്ടുപിടിക്കണം. D1 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് തന്നെയാണ്. അത് അടുത്തൊരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. ആ മെട്രിക്സ് എങ്ങനെ എഴുതാൻ നോക്കാം. D1 ഈസ് ഈക്വൽ ടു D1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കോളം അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ ഇത് തന്നെ 1 - 2. ഒന്നാമത്തെ കോളം എന്ത് വരും എന്ന് വെച്ചാൽ ഈ 2 1 വേണ്ട, അത് എഴുതുക. 2 1. ഇതാണ് D1. ഡിറ്റർമിനന്റ് എടുക്കുക. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു -2 -4 -1 ഇൻറ്റു 1 1 ഇസ് ഈക്വൽ ടു -5. D1 -5. അപ്പോൾ അടുത്ത് എന്തോടെ കണ്ടുപിടിക്കാൻ പറ്റും? D2 കൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? D2 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? D2 എന്ന് പറയുമ്പം ഒന്നാമത്തെ കോളം മാറ്റമൊന്നുമില്ല. ഡി നോക്കുക, അതിൽ ഒന്നാമത്തെ കോളം തന്നെയാണ് D2ൻ്റെയും, മാറ്റമൊന്നുമില്ല. 1 3. രണ്ടാമത്തെ കോളം ചേഞ്ച് ചെയ്യണം. ഇത് വരും 2 1 വരും. 2 1 is equal to 1 into 1 1 minus 3 into 2 6. 1 minus 6 എന്താണ്? -5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ച്? ഡി കണ്ടുപിടിച്ച്, D1 കണ്ടുപിടിച്ച്, D2 കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ച് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ 2 വേരിയബിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സും വൈയും. ഇവിടെ 2 വേരിയബിൾസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ഡിറ്റർമിനന്റ് എടുക്കണം? 3 ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ്? D1 D2. 2 വേരിയബിൾസ് ഉള്ളപ്പം 3 ഡിറ്റർമിനന്റ് ഏതൊക്കെയാണ്? D1 D2.
2 വേരിയബിൾസ് ഉള്ളപ്പോൾ D2 വരെ കണ്ടുപിടിക്കണം. ഇനി 3 വേരിയബിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? D3 കൂടെ കണ്ടുപിടിക്കണം. 4 വേരിയബിൾസ് ആണെങ്കിൽ D4 കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം 3 വേരിയബിൾസ് വരെയൊക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ളൂ. 4 വേരിയബിൾസ് നമുക്ക് പറയുമ്പോൾ എന്താണ്, ഗ്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ വളരെയധികം ലെങ്തി ആയിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പാട്ടിലൊക്കെ പഠിച്ച എലമെന്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് മെട്രിക്സ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലും ആയിട്ട് നമുക്കിവിടെ ക്രാമേഴ്സ് റൂൾ ചെയ്യാം. അപ്പോൾ നമുക്ക് D1 കിട്ടി, D2 കിട്ടി. ഇനി എങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കുന്നത് നോക്കിയേ. എക്സ് ഈസ് ഈക്വൽ ടു D1/D, ഇതാണ് എക്സ്. അപ്പോൾ y എന്ത് വരും? y ഈസ് ഈക്വൽ ടു D2/D ഇസ് ഈക്വൽ ടു എല്ലാം എന്താണ് -5 അല്ലേ, D -5 ആണ്, D1 -5 ആണ്, D2 -5 ആണ്. അപ്പോൾ -5/-5 ഇവിടെ എന്താണ് -5/-5 ഇസ് ഈക്വൽ ടു 1, ഇവിടെയും 1. എക്സും വൈ എന്താണ് 1 ആണ്. അവിടെ നോക്കിയേ, എക്സിനും വൈക്കും 1 കൊടുത്തേ, 1 + 1 2. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, 3x + 2y = 1, x - 3y = 4. 2 ഇക്വേഷൻസ് ഉള്ളത്. D കണ്ടുപിടിക്കാം. D ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് 3, 2, 1, -3 ഈസ് ഈക്വൽ ടു 3 × -3 -9 -1 × 2 2 ഈസ് ഈക്വൽ ടു -11. അടുത്തത് D1 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ്, ഒന്നാമത്തെ കോളത്തിന് ചേഞ്ച് ഉണ്ട്. D1 എന്ന് പറയുമ്പം ഒന്നാമത്തെ കോളം മാറ്റി എന്തെഴുതണം? 1 4 എഴുതണം. ഇവിടെ 1 4. അടുത്തെന്താണ്? 2 - 3 മാറ്റമൊന്നുമില്ല. ഇസ് ഈക്വൽ ടു 1 × -3 -3 -4 × 2 8. -3 -8 എന്താണ്? -11. ഓക്കെ അല്ലേ? അടുത്തത് D2 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ്, ഒന്നാമത്തെ കോളത്തിന് മാറ്റമില്ല, രണ്ടാമത്തെ കോളാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കോളം നോക്കിയാൽ 3 1, രണ്ടാമത്തെ കോളം എന്തോരും 1 4 ഇസ് ഈക്വൽ ടു 3 × 4 12 -1 × 1 1 ഇസ് ഈക്വൽ ടു 11. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു D1/D is equal to -11/-11 is equal to 1. എക്സിൻ്റെ വാല്യൂ 1. നെക്സ്റ്റ് y is equal to D2/D is equal to D2 നോക്കിയേ 11 ആണ്, 11/-11 is equal to -1. എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ -1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ 3 ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഓർക്കുക, 3 ഇക്വേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? D1 D2 D3 അല്ലേ? ഇത് 3 എണ്ണം കണ്ടുപിടിക്കണം. 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ D3 വരെ കണ്ടുപിടിക്കണം. D1 നോക്കാം. D1 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 1 1 1 1 -1 1 1 1 -1. ഓക്കെ അല്ലേ? എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും കോഫിഷ്യൻ്റ് ഒരു ഓർഡറിൽ നമ്മൾ എഴുതി, അതാണ് D. ഓക്കെ, ഇവിടെ നിന്നാണ് D ആണ്, D ആണ് കണ്ടുപിടിക്കുന്നത്. D1 അല്ല, D ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് ഒക്കെ അറിയാമല്ലോ, ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് പ്ലസ് 1 ഇൻറ്റു ഈ കോളവും ഈ റോയും പോയി, -1 × -1 1 -1 × 1 1 -1 ഇൻറ്റു ഈ കോളവും ഈ റോയും പോയി, 1 × -1 -1 -1 × 1 1. ഓക്കെ അല്ലേ? +1 ഇൻറ്റു ഈ കോളവും ഈ റോയും പോയി, 1 × 1 1 -1 × -1 -1. അപ്പോൾ മൈനസ് മൈനസും പ്ലസ് +1 ഈസ് ഈക്വൽ ടു 1 - 1 0 ആണ്,
അപ്പം അത് നോക്കണ്ട. ഇവിടെ നോക്കിയാൽ -1 -1 -2 -2 ഇൻറ്റു -1 +2. ഇവിടെ 1 + 1 2, 2 × 1 2. അപ്പം 2 + 2 എന്ന് വരും. 2 + 2 = 4. ഡി കിട്ടി 4. അടുത്തത് D1 = ഒന്നാമത്തെ കോളം ചേഞ്ച് ചെയ്യണം. ഒന്നാമത്തെ കോളം ചേഞ്ച് ചെയ്ത് എന്ത് എഴുതണം? 3 2 2. ബാക്കി അതുപോലെ നോക്കിയേ. ഇത് അതുപോലെ തന്നെ എഴുതുക. 1 - 1 1 1 1 -1. ഡിറ്റർമിനന്റ് എടുക്കുക. = പ്ലസ് മൈനസ് പ്ലസ് 3 × 1 - 1 -1 × -2 -2 +1 × 2 + 2. അറിയാലോ, ഡിറ്റർമിനന്റ് എടുക്കുന്ന അറിയാലോ. അപ്പോൾ എന്ത് വരും? = ഇവിടെ 1 - 1 0. അത് പോട്ടെ. -2 -2 -4. സോറി. അപ്പോൾ -4 × -1 4. ക്ലിയർ അല്ലേ? ഇവിടെ 2 + 2 4. 4 × 1 4. 4 + 4 = 8. D1 8. ഇനി D2 = ഡിറ്റർമിനന്റ് ഓഫ് രണ്ടാമത്തെ കോളം മാറ്റണം. എന്തെഴുതണം? 3 2 2. ബാക്കി അതുപോലെ 1 1 1. D ആണ് നോക്കേണ്ടത്. 1 1 -1 = പ്ലസ് മൈനസ് പ്ലസ് 1 × -2 -2 -3 × -1 -1 +1 × 2 - 2. ഓക്കെ അല്ലേ? = -2 -2 -4. ഇവിടെ -1 -1 -2. -2 × -3 +6. ഇത് 0 ആണ്, എഴുതണ്ട. അപ്പോൾ ഇവിടെ 6 - 4 2. D2 വാല്യൂ 2. ക്ലിയർ അല്ലേ? D2 വാല്യൂ 2. അടുത്തത് D3 = ഡിറ്റർമിനന്റ് ഓഫ് മൂന്നാമത്തെ കോളം മാറ്റി 3 2 2. 1 1 1 1 -1 1 = പ്ലസ് മൈനസ് പ്ലസ് 1 × -2 -2 -1 × 2 -2 +3 × 1 +1 = ഇവിടെ -4. ഇത് 0 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 1 + 1 2. 2 × 3 6 +6. അപ്പോൾ ഇവിടെ 6 - 4 2. ഓക്കെ. അപ്പോൾ നമുക്കിനി x കണ്ടുപിടിക്കാം. x = D1/D = 8/4 = 2. x-ൻ്റെ വാല്യൂ 2. അടുത്തത് y = D2/D = 2/4. 2/4 1/2. y-യുടെ വാല്യൂ 1/2. ഫൈനലി z = D3/D = 2/4. അതും 2/4 ആണ്, 1/2. ഓക്കെ അല്ലേ? അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കറക്റ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ?